നടന്നത്. അനുപ്രിയ. മുതിർന്ന CPM നേതാവും മുൻ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആനി രാജ, CPI നേതാവ് ആനി രാജ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീമതി ആനി രാജ, ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത നഷ്ടം തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? തീർച്ചയായും അത് CPM-ന് മാത്രമല്ല, ഇടതുപക്ഷത്തിനാകെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിനാകെയുള്ള, രാജ്യത്തെ ഇടതുപക്ഷത്തിനാകെയുള്ള ഒരു കനത്ത നഷ്ടം തന്നെയാണ്. ആ തലമുറയിൽപ്പെട്ട നേതാക്കൾ അവര് നമുക്ക് കാണിച്ചു തന്ന, അവര് ഈ പ്രസ്ഥാനത്തിന്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ കൂടുന്നതിനെ കൈപിടിച്ച് കൊണ്ടു നടന്ന, ഈ പ്രസ്ഥാനത്തെ കൊണ്ടു നടന്ന നേതൃനിരയിലുള്ള ആളുകളാണ് അവര്. അപ്പൊ അത്തരത്തിലുള്ളവരുടെ നഷ്ടം വലിയ നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായും ഒരു ലളിത ജീവിതവും ഒക്കെ നയിക്കുന്ന, എല്ലാവരോടും വളരെ സൗഹൃദത്തിൽ. എനിക്ക് വ്യക്തിപരമായി പറഞ്ഞാൽ അത് ചില അവസരങ്ങളിൽ ബംഗാളിൽ പോകുമ്പോഴായാലും, അതല്ല ഡൽഹിയിൽ വെച്ചിട്ടായാലും അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ ചോദിക്കുകയും, അതുപോലെ തന്നെ വലിയ സന്തോഷത്തിൽ എൻകറേജ്, മറ്റൊരു ഇടതുപക്ഷത്തെ തന്നെ മറ്റൊരു പാർട്ടിയിലാണ് എങ്കിലും എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഖാവായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് തന്നെ എത്തരത്തിലായിരിക്കണം ഈ കാലത്തിലെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറണം, പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ഇവരുടെയൊക്കെ ജീവിതം ഒരു പാഠമാക്കേണ്ടതുണ്ട്. അത്തരമൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ തലമുറയ്ക്ക് അവരോടൊക്കെ അവർക്ക് കൊടുക്കുവാനുള്ള ആദരം. അതങ്ങനെ തന്നെ ആവണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശ്രീമതി ആനി രാജ, ബംഗാളി ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്ന അദ്ദേഹം ശ്രദ്ധേയമായ സാഹിത്യ പഠനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യ പഠനങ്ങളെ നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാം? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ സമരം നയിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതൊക്കെ ചെയ്യുമ്പോഴും അത് കൂടുതൽ ആ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ, അതിൻ്റെ ആ ദുരന്തത്തിന്റെ ഒരു എന്താണ് എന്നുള്ളത്, അതെങ്ങനെയൊക്കെ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവുമില്ലാത്ത സെക്ഷനുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ദൗത്യം കൂടി അത്തരം സാഹിത്യ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ അത്തരം സാമൂഹിക വിഷയങ്ങൾ സാഹിത്യത്തിലൂടെ കൂടി, ഇതൊരു മാധ്യമമാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കലാസാഹിത്യവും ഒരു മാധ്യമമാണ്. ഇടതുപക്ഷ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളെ കുറിച്ച്, ആ പോരാട്ടങ്ങളുടെ വീഴ്ചകൾ, ആ പോരാട്ടങ്ങളുടെ ഉയർച്ചകൾ, അതുവഴി കൈവരിച്ചിട്ടുള്ള ഫലങ്ങൾ, ഇതൊക്കെ തന്നെയും ആളുകളിലേക്ക് എത്തിക്കുകയും അങ്ങനെ അതുവഴി കൂടുതൽ ആളുകളെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വലിയൊരു, നമ്മളതിനെ ഒരു ഉപകരണമായ ഒരു തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അക്കാര്യത്തിലും അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയ ഇന്ന് നമ്മൾ രാഷ്ട്രീയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ മാത്രമല്ലാതെ കൂടി അദ്ദേഹത്തിന് അത്തരം ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഈ പ്രസ്ഥാനത്തിനും ഈ നമ്മുടെ സമൂഹത്തിനും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീമതി ആനി രാജ, സിംഗൂർ, നന്ദിഗ്രാം, മിഡ്നാപൂർ വിഷയങ്ങൾ ഉയർത്തിയ ഒരു കൊടുങ്കാറ്റിലായിരുന്നു ബുദ്ധദേവിനും ഇടതുമുന്നണിക്കും ഭരണത്തിന്റെ അവസാന കാലത്ത് കാലിടറിപ്പോയത്. ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം വിശ്വസിച്ചിരുന്ന നിലപാടിലും വിശ്വാസങ്ങളിലും സിദ്ധാന്തങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരുന്നു ഈ നന്ദിഗ്രാമും മിഡ്നാപൂർ വിഷയങ്ങളും ഉണ്ടാവുകയും ജനത്തിൻ്റെ ഒരു വിശ്വാസം അത് നഷ്ടപ്പെടുകയും ചെയ്തത്. അല്ല, അത് സംബന്ധിച്ച് ആ ഒരു വിഷയം അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമായോ അല്ലെങ്കിൽ ഒരു വ്യക്തി ആണ് അതിന്റെ ഉത്തരവാദിയെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള അതിനൊരു
ഒരു എന്താണ് ഒരു 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 ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പിന്റെ കളക്റ്റീവ് ലീഡർഷിപ്പാണ്. തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ട്, പക്ഷെ അത് കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ തീരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണണം. ഇടതുപക്ഷത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല എന്ന് ഇടതുപക്ഷം തന്നെ, ബംഗാളിലെ ഇടതുപക്ഷം തന്നെ അതിനെ പിന്നീട് വിലയിരുത്തുകയും അത് ജനങ്ങളോട് തുറന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ് പിഴച്ചത്, എങ്ങനെയാണ് എന്നുള്ള പക്ഷെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെയുള്ളതിനെ കുറിച്ചൊക്കെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്, ഉയർച്ച താഴ്ചകളിലൂടി ബംഗാളിലെ ഇടതുപക്ഷത്തിനെയും ആ സമയത്ത് സിംഗൂർ വിഷയം രാജ്യത്താകമാനം ഇടതുപക്ഷത്തിനെതിരായി പ്രചാരണം നടത്തുന്നതിനും ഒക്കെ തന്നെ ഇടയാക്കിയ ഒരു സാഹചര്യമാണ്. എന്നാൽ അത് ബംഗാളിലെ ഇടതുപക്ഷം തന്നെ ആ കാര്യമെല്ലാം വിലയിരുത്തുകയും ബംഗാളിലെ ഇടതുപക്ഷത്തിന് നേതൃത്വം CPM-ഉം മറ്റു പാർട്ടികളും CPI അടക്കമുള്ള പാർട്ടികൾ തനതായും കൂട്ടായും അക്കാര്യം വിലയിരുത്തി അക്കാര്യങ്ങളെല്ലാം പിന്നീട് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ഇടതുപക്ഷം ചെയ്യേണ്ടത്. വീഴ്ചകൾ പറ്റിയാൽ ജനങ്ങളോട് തുറന്നു പറയുക, അത് സമ്മതിക്കുക എന്നുള്ളതാണ്. അതൊരു ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് മാത്രമേ അത്തരമൊരു നിലപാടെടുക്കുക എടുക്കുന്നതിനൊരു ധൈര്യം വേണം. പക്ഷെ ആ നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം അത് ശരിയായില്ല എങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് ജനങ്ങൾക്ക് നൽകാനായില്ല എങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു ആർജവം, അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ ഇടതുപക്ഷക്കാരെന്ന നിലയിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. അത്തരമൊരു തുറന്ന പറച്ചിലുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അതും അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിൽ ഇരുന്നപ്പോൾ തന്നെ, ഇപ്പൊ കുറച്ചു കാലമായി സജീവമായ രാഷ്ട്രീയത്തിലില്ല, പക്ഷെ അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നപ്പോൾ തന്നെ ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സ്മരിക്കുമ്പോൾ. ശ്രീമതി ആനി രാജ, ഒരുപക്ഷെ ബംഗാളിനെ വികസന കുതിപ്പിന്റെ കാലത്തേക്ക് വഴി നടത്താൻ നടത്തിയ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഓരോന്നും തിരിച്ചടിയായി മാറുകയും ഒരു പ്രതിനായക പരിവേഷവുമായി ഭരണത്തിൽ നിന്ന് പടിയിറങ്ങേണ്ട ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരു പ്രതിനായക വേഷം എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അതാണ് പറഞ്ഞത്, ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. ജനങ്ങളിപ്പം മാറുന്ന കാലത്തിനാവശ്യമായ രീതിയിൽ ബംഗാളിനെ കൂടി ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തോടെ തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ, അത് ഉദ്ദേശിക്കുന്ന ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉദ്ദേശിച്ച രീതിയിൽ അതിന്റെ റിസൾട്ട് വന്നില്ല, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രതിനായകൻ എന്നുള്ള അങ്ങനെ ഒരു പട്ടം ചാർത്തേണ്ട ഒന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഒരു ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുന്നു, അത് ഇടതുപക്ഷത്തെ നയിക്കുന്ന ഇടതുപക്ഷത്തിലെ പാർട്ടികൾ അവരുടെ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം ഉദ്ദേശിച്ച ഫലം കണ്ടില്ല, അത് പ്രതികൂലമായാണെങ്കിൽ അതിനെ വിലയിരുത്തുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യുക എന്നുള്ളത്, ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു അക്കൗണ്ടബിലിറ്റി അത് ഏറ്റെടുക്കുക, അത് തുറന്നു പറയുക എന്നുള്ളത് അത് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള ഒരു കാര്യമാണ്. അത് ജനങ്ങളോട് പറയുക എന്നുള്ള ഉത്തരവാദിത്വം അത് ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടേതുമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയുകയാണ്, അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അത്തരമൊന്നും നടന്നിട്ടുള്ളതെന്നും നമ്മൾ അടിവരയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തുടർന്നോളൂ ശ്രീമതി. ഒരു പ്രതിനായക, ഞാൻ അദ്ദേഹത്തെ നിങ്ങൾ പറയുന്ന പോലെ പ്രതിനായക വേഷം കെട്ടിക്കുന്നതിലുപരിയായി അദ്ദേഹത്തെ കാലഘട്ടത്തിനനുസരിച്ച് തങ്ങളുള്ള സമൂഹത്തെയും സംസ്ഥാനത്തെയും ഒക്കെ തന്നെ ആധുനിക കാലഘട്ടത്തിന്റെ സാമൂഹിക, ശാസ്ത്രീയ, സാങ്കേതിക വികസനങ്ങളൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടത്തിയ ആളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ വിലയിരുത്താൻ കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീമതി ആനി രാജ, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ CPM-ന്റെ സ്ഥിതി അല്പം പരുങ്ങലിലാണ്. ഒരുപക്ഷെ അവസാന നാളുകളിൽ അദ്ദേഹം പശ്ചിമ ബംഗാളിലെ CPM-ന്റെ ഉയർത്തെഴുപ്പിനെ കുറിച്ചും എങ്ങനെ തിരിച്ചു വരാം എന്നതിനെക്കുറിച്ചും ശരിയാണ് അനാരോഗ്യം അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു ചർച്ചകളും അത്തരം ചിന്തകളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതിപ്പോ ഒരു വ്യക്തിയല്ലല്ലോ, അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ആ പ്രസ്ഥാനവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റു പാർട്ടികളുമുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പാർട്ടി CPIM തനിച്ചും അതുപോലെ തന്നെ ഇടതുപക്ഷം ഒന്നടങ്കവും ഒക്കെ തന്നെ, ഇടതുപക്ഷത്തെ ഓരോ പാർട്ടികൾ തനിത്തനിയായും ഇൻഡിവിജ്വലിയും
ഇൻഡിപെൻഡന്റായും അതുപോലെ തന്നെ കളക്റ്റീവായിട്ടും ഇത്തരമുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ സ്വാഭാവികം ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസുകൾ CPIM-ന്റെയും CPI-യുടെയും ഒക്കെ പാർട്ടി കോൺഗ്രസുകളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഇതിപ്പം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വലിയ സെറ്റ് ബാക്ക് ആണ് ഇടതുപക്ഷത്തിന് ബംഗാളിലും ഒക്കെ ഉണ്ടായത്. ആ സെറ്റ് ബാക്കിൽ നിന്നും പാർട്ടി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ഏത് ലീഡറായിരുന്ന ഒരാളുടെ മാത്രമല്ല, ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയാണ് ഇടതുപക്ഷം എപ്പോഴും ഒരു കളക്റ്റീവ് ഡിസിഷൻ, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്നതും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയും അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അതിനൊക്കെ തന്നെ റിവൈവ് ചെയ്യിക്കുന്നതിനുള്ള ചർച്ചകളിലും അതിന്റെ തീരുമാനങ്ങളിലും ഒക്കെ സജീവമായി പങ്കെടുത്ത് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പാർട്ടിക്ക് വന്ന ഈ ഒരു ബലക്ഷയത്തില് സ്വാഭാവികമായും ഏത് കമ്മ്യൂണിസ്റ്റുകാരനുമുള്ള അത് അദ്ദേഹത്തെ ഇപ്പൊ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം എന്നുള്ളത് CPM-ന് മാത്രമല്ല എല്ലാവർക്കും ഈ രാജ്യത്തെ ഇടതുപക്ഷം സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരു നിരാശയും വേദനയും ഒക്കെ ഉണ്ടാക്കിയതാണ് ബംഗാളിലെയും അതുപോലെ തന്നെ ത്രിപുരയിലെയും ഒക്കെ ഇടതുപക്ഷത്തിനുണ്ടായ ഇലക്ടറൽ സെറ്റ്ബാക്ക് എന്ന് തെരഞ്ഞെടുപ്പിലുള്ള പരാജയം എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെ മാറിയ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ കരകയറാം എന്നുള്ളതിനെ കുറിച്ച് അതിപ്പം ഓരോ കാലഘട്ടവും ആവശ്യപ്പെടുന്ന രീതിയിൽ തീരുമാനങ്ങൾ സാഹചര്യം വിലയിരുത്തുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലുള്ളവരൊക്കെ കാണിച്ചെന്ന് നടന്നു വന്ന വഴികൾ, ആ വഴികളിൽ എങ്ങനെയൊക്കെയായിരുന്നു ജനങ്ങളോടൊപ്പം നിന്നത് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെയാണ് വീഴ്ചകൾ പറ്റിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങും ഇടതുപക്ഷ പ്രസ്ഥാനം. വലിയ നഷ്ടം ഇടതുപക്ഷത്തിന് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി ആനി രാജ, വളരെ നന്ദി പ്രതികരണം അറിയിച്ചതിന്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി നിമിഷ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. നിമിഷ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന അസുഖമായിരുന്നു അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നത്. ഒപ്പം തന്നെ വാർദ്ധക്യ